നന്ദനെ പോലെ മനസ്സ് പതറി നിൽക്കുന്ന ഒരാൾക്ക് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങാൻ പോകുന്നു എന്നുള്ള ന്യൂസ് തന്നെ ധാരാളം. ഒളിയിടത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ, നന്ദൻ കൂടെ അറിഞ്ഞിട്ടാണോ ഒളിപ്പിച്ചതെങ്കിൽ നമ്മളെ അറിയിച്ചിരിക്കും. സക്കീർ, എന്തായാലും നന്ദൻ നന്നായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. പക്ഷേ ദേവികയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ നന്ദൻ അറിയാത്തൊരിടത്താണ് ദേവിക ഉണ്ടാവുമെന്നാണോ മാഡം പറയുന്നത്? യെസ്, അത് തന്നെയാണ് എന്റെ നിഗമനം. ദേവികയെ ഒളിപ്പിച്ചു നിർത്തി എത്ര കാലം നന്ദനും സിദ്ധാർത്ഥൻ സാറിനും നമ്മളെ കബളിപ്പിക്കാൻ പറ്റും? നെവർ. നന്ദൻ അറിയില്ല ദേവിക എവിടെയുണ്ടെന്ന്. പക്ഷേ അവളെ കണ്ടെത്തിയേ പറ്റൂ. കേസിന്റെ നാൾ വഴികളിൽ പിടിതരാതിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഈ ദേവികയാണ്. അവൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടത് നന്ദന്റെ ആവശ്യമാണ്. നമ്മുടെ വഴിക്ക് കാര്യങ്ങൾ വരും. വീരാൻസി, ഇത് നിമ്മിമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാ. അവൾക്ക് വേണ്ടിട്ട് കുറച്ച് പൊട്ടും വളയും കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. മോളെ മോളെ നിമ്മിമോളെ, അവളോടെ നിമ്മി എവിടെയെന്ന് ചോദിച്ചു കേട്ടില്ല. നിമ്മി എവിടെയെന്ന്? എസ്തപ്പം വന്നേ. കണ്ടോ? ദേവിയുടെ പേരിലെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറങ്ങുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഇതിനെതിരെ നീങ്ങാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? ദേവിയുടെ പടം എയർപോർട്ടിലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു കുറ്റവാളിയെ പോലെ ഒട്ടിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ ബലരാമനെ വെറുതെ പ്രകോപിപ്പിക്കാൻ പോയതിന്റെ ഫലമായതൊക്കെ. ഇതൊന്നും പോലീസ് ചെയ്യുന്നതല്ല, ബലരാമനായിട്ട് ചെയ്യിക്കുന്നതാ. ഒത്തുതീർപ്പെന്നും പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കയറേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു ഒത്തുതീർപ്പ് ചർച്ച. ഞാൻ പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. നോണം കെട്ടത് മിച്ചം. അനുഭവിച്ചോ? അനുഭവിച്ചോളാം. കൂടെ അനുഭവിക്കാൻ ആരെയും വിളിക്കുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കണ്ട. അല്ലാതെ തന്നെ വീട്ടിലിരിക്കുന്നവർക്കും കിട്ടുന്നുണ്ട്. ആ ചന്ദ്രമതി വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലെ എന്തൊക്കെ പറഞ്ഞു. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയാ മതിയെന്ന് തോന്നി. ജീവിതത്തിന്റെ ചില അവസ്ഥകളിൽ ഇങ്ങനെയൊക്കെ ചിലർക്ക് സംഭവിച്ചു പോവും. അതൊന്നും മനസ്സിലാക്ക്. ഇത് സംഭവിച്ചതല്ല, ഇത് വരുത്തി വെച്ചതാ. ഒന്നുകിൽ സ്വയം അറിയണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. ഒരു ജീവിതം നാനാവിധമാക്കിയിട്ട് നിന്ന് സമാധാനം കൊള്ളുന്ന കണ്ടില്ലേ? ചിലർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമെന്ന്. സിദ്ധു, ഇങ്ങനെയൊന്നും ചിലർക്കും പലർക്കും ഒന്നും സംഭവിക്കില്ല. ഒരിടത്തെ ഇതൊക്കെ സംഭവിക്കൂ. ചന്ദ്രോത്ത്
കാര്യങ്ങൾ അതിന്റെ സമയത്ത് ചെയ്യാതെ പിന്നെ കിടന്ന് ന്യായം പറഞ്ഞിട്ടും ആധി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ആ പെണ്ണിനെ പണ്ടേ ഇവിടുന്ന് അടിച്ചിറക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു. അമ്മേ, ദേവി വെറുതെ ഇതിലേക്ക് വലിച്ചിടണ്ട. അവള് കൊന്നതിൽ കുഴപ്പമില്ല, കൊന്നു പറയുന്നതാണ് കുറ്റം. ആരെ കൊന്നു അമ്മ പറയുന്നേ? നിനക്കറിയില്ലല്ലേ? ദേവിക മീരയെ കൊന്നുവെന്ന് ഞാനല്ല, നാട്ടുകാരാ പറയുന്നത്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന കുടുംബത്തിനെ വലിച്ചു കീറി നാനാവിധമാക്കിയിട്ട് അവൾ എവിടെയോ ചെന്ന് ഒളിച്ചിരിക്കുന്നു. അവൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു. ഇനി ആർക്കെന്ത് സംഭവിച്ച അവൾക്കെന്താ? മീരയുടെ ആത്മാവ് ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. ആ പാവം മീരയുടെ ആത്മാവിനെ താനൊന്ന് വെറുതെ വിട്. ആരോ അവളെ കൊന്നു, താനിപ്പോ അവളെ ആത്മാവിനെ കൊന്നോണ്ടിരിക്കുക. അച്ഛ വേണ്ട, ഇതിനെപ്പറ്റി ഇവിടെ ഒരു ബഹളം വേണ്ട. ഇവിടെ ബഹളം വേണ്ടേ? ബഹളമൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്. ഒരു വീടിനെയോ പ്രദേശത്തെയോ മാത്രമല്ല, ഒരു സംസ്ഥാനത്തെ മുഴുവനും ബാധിച്ചിരിക്കുക. പ്രഭ, താൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അച്ഛ പ്ലീസ്, തർക്കിക്കേണ്ട. അമ്മ എന്ത് വേണേലും പറഞ്ഞോട്ടെ. എന്താടാ? അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെന്നോ? പ്രഭാവതി അങ്ങനെ എന്തും പറയുന്നവളല്ല. പറയേണ്ടതേ ഞാൻ പറയൂ, അത് പറയുകയും ചെയ്യും. മീര ആഗ്രഹിച്ചത് എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവളുടെ ആത്മാവ് ഇപ്പോ ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കുക തന്നെ വേണം. അവളെ കൊന്നവളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നന്ദ, ഇനിയെങ്കിലും നിങ്ങളൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്ക്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. പ്രധാനപ്പെട്ട 1-2 ഇൻഫർമേഷൻസ് കൂടെ വേണം, അതിനുവേണ്ടി ഞാൻ വന്നത്. വരണം. താങ്ക് യു. ചന്ദ്ര, മാം, ചില കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ബലരാമ സാറിനെക്കാട്ടിലും മേഡത്തിനായിരിക്കുമല്ലോ മീരയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. എന്താ മേഡം? മീര എത്ര ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? മോക്ക് ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. ഉറപ്പാണോ? അതെ മേഡം. ആ ഫോൺ എനിക്കൊന്ന് വേണം. അത് പിന്നെ സർ, കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എനിക്ക് മീര ഉപയോഗിച്ച ഫോൺ കിട്ടിയേ പറ്റൂ. മീരയുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും, ഫോണ്, ലാപ്ടോപ്പ്, മറ്റെല്ലാ വസ്തുക്കളും ചന്ദ്രോത്താ ഉള്ളത്. ഹേ, അവിടെ നടത്തിയ അന്വേഷണത്തിൽ ഈ പറഞ്ഞ മീരയുടെ ഫോണോ മറ്റു വസ്തുക്കളോ ഒന്നും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അവരത് മാറ്റിക്കാണും. അവളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ അതിലുണ്ടാവുമെന്ന് അവർ ഭയപ്പെട്ട് കാണും. അതാ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യാത്തെ? മീരയുടെ രഹസ്യങ്ങൾ അറിയാവുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? ഐ മീൻ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും? ഞാൻ ചോദിച്ചൊരു ഉത്തരം തന്നില്ല. അവരാരെയും അറസ്റ്റ് ചെയ്യാത്തെന്താ? സർ, ഉത്തരം പറയാനല്ല, ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ വന്നത്. അങ്ങനെ വെറുതെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. സർ,
ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ മകളുടെ കൊലയാളിയെ കണ്ടെത്താൻ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. ബാലു വേണ്ട. ക്ഷമിക്കണം മേഡം, അന്വേഷണത്തിന് ഒരു ഫലവും കിട്ടാതെ വന്നപ്പോ അതിന്റെ നിരാശയും ദേഷ്യമൊക്കെയായി കാണിക്കുന്നത്. നിങ്ങളെക്കാൾ ടെൻഷനിലും വിഷമത്തിലുമാണ് ഞങ്ങളും. മാം, നമുക്ക് കൊലയാളിയെ കണ്ടെത്തണ്ടേ? വാശി കാണിച്ചിട്ടോ ഈഗോ കാണിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പോലീസ് ആരുടെ മുന്നിലും തോറ്റു തരാനും പോകുന്നില്ല. അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല മാഡം. മറ്റാരെങ്കിലും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്? പിന്നെ അന്ന് പറഞ്ഞിരുന്നല്ലോ, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അവളും ഞങ്ങളുമായിട്ട് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബന്ധം, മാനസികമായിട്ടുള്ള ഒരു അടുപ്പം, വിവാഹത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം, അങ്ങനെയൊന്നും മീരയ്ക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആരാ സർ? നന്ദൻ, ചന്ദ്രോത്തിലെ നന്ദൻ. സർ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നന്ദനല്ലാതെ മറ്റാരെങ്കിലും? അതെന്താ നന്ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെപ്പോഴും ഒഴിഞ്ഞു മാറുന്നേ? എന്താ സിദ്ധാർത്ഥനെ നിങ്ങൾക്ക് പേടിയാണോ? സർ, ബാലു, എന്താ ബാലു ഇത്? എനിക്ക് സാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. പക്ഷേ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. സാറിനെ സന്തോഷിപ്പിക്കുന്ന ഉത്തരം നൽകാനും സാധിക്കില്ല. മാഡം, മാഡം പറയുന്ന പോലൊരു ബന്ധം മോക്കുണ്ടായിരുന്നില്ല. അതും ഞങ്ങൾക്ക് ഉറപ്പാ. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ വാശി കാണിച്ചാലും ഞാൻ എന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്യും. ശരി മാഡം. ബാലു, എന്താ ഇതൊക്കെ? മറക്ക. സക്കീർ, ഷൈജൻ വാ. ഗുഡ് മോർണിംഗ് പ്രൊഫസർ. ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വരാലോ അല്ലേ? വരൂ. അച്ഛാ, ഗുഡ് മോർണിംഗ് സർ. എന്താ അന്വേഷണത്തിന് അവസാനിപ്പിക്കാറായില്ലേ? അതിനെല്ലാരും സഹകരിച്ചാലല്ലേ പെട്ടെന്ന് തീർക്കാൻ പറ്റൂ. അന്ന് സംശയിച്ച് പ്രഭയെ കൊണ്ടുപോയി. നിങ്ങൾക്ക് അറിയേണ്ടതൊക്കെ ചോദിച്ചറിഞ്ഞു. ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം മാഡം. സാറ് പ്രതിയെത്താ? ദാ ആ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. മരുമകൾ ദേവിക ഇവിടെ. ദേവിക എവിടെയാണെന്ന് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിന് കഴിവില്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തിനാ? ആരെ ഉപദ്രവിച്ചു? ആരുപദ്രവിച്ചു? ഉപദ്രവം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന ആ ഫോൺ അതിങ്ങ് തന്നേക്കോ. ഞങ്ങൾ തിരിച്ചു പോയേക്കാം. ഏത് ഫോണിന്റെ കാര്യമാണ് മാഡം പറയുന്നത്?
നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോണിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. മീരയുടെ ഫോൺ. അത് പോലീസിനെ ഏൽപ്പിക്കണം. മീരയുടെ ഫോൺ ഇവിടെ അല്ല, അത് മീരയുടെ വീട്ടിൽ പോയി അന്വേഷിക്കണം. ഇതല്ലായിരുന്നോ മീരയുടെ വീട്? അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പ്രൊഫസറെ, അഭിനയം വേണ്ട. ഫോൺ ഇവിടെയുണ്ട്. മര്യാദയ്ക്ക് ചോദിച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ പിടിച്ചു മേടിക്കാൻ ഞങ്ങൾക്കറിയാം. മാഡം, സത്യോ പറയുന്നേ? മീരയുടെ ഫോണിനെ കുറിച്ച് ഇവിടെ ആർക്കും അറിയില്ല. ഇവിടെ ആർക്കും അറിയില്ലെന്ന് മോക്ക് എങ്ങനെ അറിയാം? ഇവരുടെയൊക്കെ മനസ്സിൽ കയറി നീ നോക്കിയിട്ടുണ്ടോ? ഉണ്ടോന്ന്? അത് മാഡം, വിറയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ ഫോണിനെ കുറിച്ച് അറിയാം. കൊലപാതകയെ കുറിച്ചും അറിയാം അല്ലേ? വാ. ഇനി മോള് തന്നെയാണോ കൊലപാതകം ചെയ്തത്? അനിയന്റെ കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടി? ഏയ് മാഡം, എന്റെ മോളെ കുറിച്ച് വെറുതെ അനാവശ്യം സംസാരിക്കരുത്. എങ്കിൽ ആവശ്യമുള്ള കാര്യം സംസാരിക്കാം. എനിക്ക് മീരയുടെ ഫോൺ എടുത്തു തന്നോളൂ. അതിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ശബ്ദമുയർത്തി പേടിപ്പിക്കല്ലേ സാർ. സാറിന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന കേരളത്തിലെ പോലീസാണ് ഞങ്ങള്. ഇങ്ങനെ പേടിപ്പിച്ച കേരള പോലീസ് അങ്ങ് പേടിക്കുവോ? ഷൈജ, നമുക്ക് ആ ഫോൺ കിട്ടിയേ പറ്റൂ. ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ടായാലും ആ ഫോണും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകൂ. സെർച്ച്. എന്താ സാർ? മീരയുടെ ഫോൺ തന്റെ കയ്യിലാണോ? അല്ല, അതെവിടെയുണ്ട്? എനിക്കറിയില്ല സാർ. ഓക്കെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഹലോ സർ. ആ, വസുന്ധര ഇപ്പൊ MLA സിദ്ധാർത്ഥന്റെ വീട്ടിലാണല്ലേ? അതെ സർ. മീര ഉപയോഗിച്ചിരുന്ന ഫോൺ മിസ്സിംഗ് ആണ്. അതിന് അന്വേഷണമായിട്ട് വന്നതാ. വസുന്ധര, ഇന്റലിജൻസ് ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പാർട്ടിയിൽ സിദ്ധാർത്ഥിനെതിരെ ഒരു വിഭാഗം കലാപം തുടങ്ങിയിട്ടുണ്ടെന്നും മീര വധക്കേസുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ കാരണം പാർട്ടിയുടെ ഇമേജ് നഷ്ടപ്പെട്ടുവെന്നും
സിദ്ധാർത്ഥൻ രാജിവെക്കണമെന്നും ഒക്കെയാണ് അവരുടെ ആവശ്യം. കുറെ പ്രവർത്തകർ സംഘടിച്ച് MLA-യുടെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് കറക്റ്റ് ആവണം സാർ. ഞാൻ വരുന്ന വഴിക്ക് പ്രവർത്തകർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഓ ഐ സി. ഇഷ്യൂ ഇല്ലാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തനിക്ക് പറ്റണം. സാർ, ഞാൻ മാനേജ് ചെയ്തോളാം. ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്. MLA-യുടെ വീടാണ്. ഫോഴ്സിനെ ആവശ്യം വേണ്ടി വന്നാൽ വിളിക്കണം. ഓക്കെ സാർ, ഞാൻ നോക്കിക്കോളാം. ഗുഡ്, ദെൻ ഓക്കെ. ഓക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.